മൈഡിയർ കരടി എന്ന് പറയുന്ന പടത്തിലെ കലാപവും മണിച്ചേട്ടന്റെ ഡ്യൂപ്പായിട്ട് ആ കരടി ഓടി നടക്കണില്ലേ, ആ കമ്പിളി പുതപ്പിട്ട് 25 ദിവസം ആ കരടിയായിട്ട് ആ മൃഗശാലയിൽ കിടക്കുന്നത് ഷാജോൺ ചേട്ടനാ. പക്ഷെ അത് വിശ്വസിക്കാൻ കുറച്ച് പാടാണ്. നമ്മൾ ചിന്തിച്ചു ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഉയർച്ചകള് ഒരു കരടിയിൽ തുടങ്ങുക. അവൻ കപ്പലിൽ കൂടെ വന്ന് ഞാൻ കരടിയുടെ പുറത്ത് കയറുന്നാലും കുഴപ്പമില്ല. എപ്പോഴും നമ്മൾ മുന്നോട്ട് കയറുന്നാലേ ഈ കാലത്ത് ഇടിച്ചു നിൽക്കും. അതെ, നമ്മൾ നിരന്ന് നിൽക്കുമ്പോൾ ഫ്രണ്ടിൽ നോക്കുന്ന ആൾക്ക് 101 എഴുതിയ പോലെ തോന്നുള്ളൂ. ഒരു വലിയ പിന്നെ ഒരു ഒന്നും അല്ല. എന്തായാലും പണ്ടത്തെ ആ വലിയൊരു വലിപ്പം ഇപ്പൊ ഇത്ര കുറഞ്ഞിട്ടുണ്ടോ? റിമിക്കല്ലേ അത് ഞാൻ വന്നപ്പോൾ ഭയങ്കരമാണ്. ഒരുപാട് സ്ലിം ആയിട്ടുണ്ട്. പിന്നെ ഡ്രസ്സിന്റെ കാര്യത്തിൽ ഒരുപാട് സെലക്ട് ചെയ്ത് നല്ല ഡ്രസ്സുകളാണ് ഇടുന്നത്. സത്യം ഈ ഡ്രസ്സിന്റെ പിഷാരടി അല്ല, ഞാൻ ഈ ഡ്രസ്സ് കണ്ട എന്താ തോന്നുന്നു, ഈ ഡ്രസ്സ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പലരും പല കടയിലും പരതും. പക്ഷേ നിനക്ക് എന്താ തോന്നുന്നത്? കിടക്കുന്ന പോലെ എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ ഈ ഡ്രസ്സ് അങ്ങോളം ഇങ്ങോളം നിങ്ങൾ പല കടകളിലും തിരക്കിയാലും ഈ ടൈപ്പ് ഡ്രസ്സ് ഒരു പക്ഷെ ഒരിടത്തും കിട്ടാൻ പോകുന്നില്ല. തുണിക്കട കിട്ടത്തില്ല. പന്തൽ ഡെക്കറേഷൻ ടീമിന്റെ അടുത്ത് പോണം. പന്തൽ തയ്ക്കുന്ന ടീമില്ലേ, അവരാണ് ഇതൊക്കെ ചെയ്തത്. ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ. പന്തൽ ഡെക്കറേഷൻകാർക്കും ഇത് ഇട്ട ഇത്ര ഭംഗിയാണെന്ന് അവർക്ക് വരെ മനസ്സിലാവില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് കാറ്റേ കാറ്റേ എന്നുള്ള പാട്ട് ഷാജോൺ ചേട്ടന്റെ അടുത്തിരുന്ന് പാടാൻ പേടിക്കണം. കാരണം ഷാജോൺ ചേട്ടന് കാറ്റിനെ ഭയങ്കര പേടിയാ. സംബന്ധിച്ച് അമേരിക്ക ഞങ്ങളല്ല അല്ലെ, നമ്മൾ ഓസ്ട്രേലിയയിലെ ദിലീപ് ഏട്ടന്റെ ഒരു ഷോയ്ക്ക് പോയി. അപ്പൊ ഞങ്ങളെല്ലാവരും പറയുന്നോണ്ട് കുഴപ്പമില്ല, നമ്മളെല്ലാവരും ഇങ്ങനെ മറ്റേ തുറന്നിടുന്ന ഒരു ഷിപ്പ്, എന്താ പറയുക, സ്പീഡ് ബോട്ട്. ഇപ്പൊ ഞാൻ ജീവിതത്തിൽ അതിന് കടലിൽ കൂടെ പോണത്, ഇങ്ങനെ കടലിൽ കൂടെ പോയിട്ടെ ഈ സായിപ്പ് ഇങ്ങനെ കാണിക്കും. അപ്പൊ വരുന്നോണ്ടെന്നാണ് അതിന്റെ അർത്ഥം, വരുന്നോണ്ടാന്ന്. പക്ഷെ നമ്മളിങ്ങനെ ഇരിക്കുക, പേടിച്ചിരിക്കോ. ഈ ബോട്ട് കടന്ന് ഒരു ചുഴലിക്കാറ്റ് പോലെ തിരിയും. ഞങ്ങളെല്ലാരും ബോട്ടെ പിടിച്ചിരിക്കുമ്പോൾ ഷാജോൺ തലയെ പിടിച്ചിരിക്കും. ഇത് പറന്നു പോയാൽ തീർന്നില്ലടാ. അതെ, അത്രയല്ലേ ഉള്ളൂ. ഒരു 6-7 വർഷം മുമ്പ് ഷാജോൺ ചേട്ടന് ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായി. റോട്ടിൽ വെച്ച് ബൈക്ക് ഇടിച്ച് വീണ് ബോധം കെട്ട് കിടക്കുക. പെട്ടെന്ന് ബോധം പോകും, കാരണം ഇച്ചിരിയല്ലേ ഉള്ളൂ, അത് പോകാൻ എളുപ്പമാണ്. ബോധം കെട്ട് ആശുപത്രി കൊണ്ടുപോയി. നേഴ്സ് പോകാനുള്ള ബോധം പെട്ടെന്ന് പോവുള്ളൂ, അത്രേ ഉള്ളൂ. മിണ്ടി 1/2 മണിക്കൂർ കഴിയുമ്പോൾ മനസ്സിലാവും. അതിപ്പോ മനസ്സിലായി. രണ്ടാമത് ചോദിക്കരുത് എന്താണ്, കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്റ്റിച്ചൊക്കെ ഇട്ട് ബോധം വന്നു കഴിഞ്ഞപ്പോൾ സിസ്റ്റർ പറഞ്ഞു 750 രൂപയായിരുന്നു. കഴിഞ്ഞപ്പോൾ ഷാജോൺ ചേട്ടൻ ഉടക്കി അവിടെ കിടന്നിട്ട് ആരോട് ചോദിച്ചിട്ടാ നിങ്ങൾ എന്നെ ചികിത്സിക്കാൻ വന്നു? അപ്പോൾ പറഞ്ഞ് ആൾക്കാർ വഴിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നാൽ ഇവിടെ ചികിത്സിക്കണ്ടേ, അങ്ങനല്ലേ ഇങ്ങനല്ലേ, എന്നോട് ചോദിച്ചിട്ട് വേണ്ടേ നിങ്ങൾ എനിക്ക് സ്റ്റിച്ച് ഇടാനൊക്കെ പറഞ്ഞ് ഭയങ്കര വഴക്കുണ്ടാക്കി. ഒന്ന് സിസ്റ്റർ ചോദിച്ചാൽ എന്താ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞ് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ വിഗ് അടിച്ച് തന്നേനെ. ഇതിപ്പോൾ വടിച്ചിട്ട് സ്റ്റിച്ച് ഇട്ടെന്നേ 30,000 രൂപയുടെ വിഗ്, 30,000 രൂപയുടെ വിഗ് വടിച്ചിട്ട് സ്റ്റിച്ച് ഇട്ടിട്ട് ഇപ്പൊ എന്ത് പറ്റി കഴിഞ്ഞാൽ വിഗ് അഴിക്കാൻ പറ്റണ്ടായി. പിന്നെ വിഗ് കോസ്റ്റ്ലിയാണ്. ചില വിഗുകൾ ഇതൊന്നും അങ്ങനെ വലിയ കോസ്റ്റ്ലി അല്ല. ഇതാ മൈഡിയർ കരടിയുടെ തൊലി കുറച്ച് കണ്ടിച്ചെടുത്തോണ്ട് വന്നേക്കുന്നതാ. സെല്ലിലോളിൽ നമ്മുടെ പിഷാരടിയുടെ 7ഓളം അവാർഡുകൾ കിട്ടിയ പിഷാരടിക്ക് അതിനകത്ത് അവാർഡ് കിട്ടിയില്ലെങ്കിൽ എന്ത്? കാരണം പിഷാരടി കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിഷു പിഷു എന്നാണ് വിളിക്കുന്നത്, വിചാരിക്കരുത് പശു എന്ന് വിളിക്കാതിരുന്ന അവസാനം. പിഷാരടിക്ക് ശരിക്കും ഒരു പടത്തിൽ അവാർഡൊക്കെ കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടോ? അത് കിട്ടിയാൽ നിരസിക്കുവോ? കിട്ടിയാൽ നിരസിക്കുന്നില്ല, വെറുതെ നിരസിക്കുന്ന എന്തിനാ? ഇരിക്കട്ടെ, വീട്ടിൽ കൊണ്ട് വെക്കാലോ ഒരു ഫലകം. അതിൽ 2 പാട്ട് ഹിറ്റാണ്. കാണിക്കെന്തേലും സമയായി. ഇത് സെക്സ്, എൻ്റെ വേറെ മദാലസ ആ ഷക്കീല, ഉറക്കം, അവളുടെ രാവുകൾ. ഏറ്റവും കൂടുതൽ വേഗത്തിൽ ഉത്തരം പറഞ്ഞിരിക്കുന്ന മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നത് അത്ര എളുപ്പമുള്ള പടം നമ്മുടെ ഷാജോൺ പറഞ്ഞു. പിന്നെ ആക്ഷനിലാണ് കിട്ടിയത്. കറക്റ്റ്. ഒരു 2-3 മാസം മുമ്പ് റിമി ടോമിക്ക് ഒരു ആഗ്രഹം മൂകാംബിക തൊഴണമെന്ന്. അപ്പൊ എല്ലാ കലാകാരന്മാരും പോയി തൊഴുന്നുണ്ട്. അപ്പൊ എല്ലാ കലാകാരന്മാരും അവിടെ തൊഴുന്ന ഒരു ഭയങ്കര അനുഗ്രഹം എന്നൊക്കെ കേട്ടോ. റിമിക്ക് മൂകാംബിക തൊഴണം. റിമി ഇതുവരെ തൊഴുതിട്ടുമില്ല. അപ്പൊ റിമിയും റോയ്സും കൂടെ പോകാൻ തീരുമാനിച്ചു. ഇപ്പൊ 2 പേരും ക്രിസ്ത്യാനികളായതുകൊണ്ട് കൂട്ടത്തിൽ ഒരു പിഷാരടി ഇരിക്കട്ടെ ഒരു സഹായത്തിനെന്ന് പറഞ്ഞ് പിഷാരടി വാന്നും പറഞ്ഞ് എന്നെയും വിളിച്ച് വണ്ടി കയറ്റി. ഞങ്ങൾ 3 കൂടി ഇങ്ങനെ മൂകാംബിക്ക് പോകുമ്പോൾ റിമി അവിടുത്തെ മെയിൻ തിരുമേനിയുടെ നമ്പർ റിമിയുടെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. ആ പുള്ളിക്ക് ഇംഗ്ലീഷ് അറിയാൻ പാടില്ല, റിമിക്ക് കന്നഡ അറിയാൻ പാടില്ല. ഇവരേതോ ഒരു ഭാഷ സംസാരിക്കുന്നുണ്ട്. അടിക റിമി ടോമി വരുത്, അവിടെ കൊഞ്ചം രാവിലെ ക്യൂ നിൽക്കാതെ തൊഴണം, നോ ക്യൂ, വി ആർ ബിസി, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ പറഞ്ഞു അവസാനം എത്തിയപ്പോഴത്തേക്ക് ഇപ്പൊ കാവ്യമാധവന്റെ അടികയുടെ നമ്പർ മേടിച്ചേക്കുന്നത്, അവിടുത്തെ മെയിൻ ആളുടെ നമ്പർ മേടിച്ചേക്കുന്നത്. കാവ്യയുടെ നമ്പർ മേടിച്ചിട്ട് ഐ ആം കാവ്യമാധവൻ ഫ്രണ്ട് റിമി ടോമി, നോ ക്യൂ, ഡയറക്റ്റ് ദർശനം എന്നൊക്കെ പറഞ്ഞേ. അവസാനം രാത്രി 12 മണിക്ക് വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞു പരവായില്ല,
6:30 AM രാവിലെ റെഡി ആവണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് റിമിയുടെ മനസ്സെത്തുപോയി. കാരണം വെളുപ്പിന് 6:30 എന്ന് പറയുന്ന റിമി കണ്ടിട്ടേ ഇല്ല. റിമി പള്ളിയിൽ 1 മണിയുടെ കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആളല്ലേ. എന്നോട് ചോദിച്ചു പിഷാരടി 6:30 പോകണമെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു റിമി അമ്പലത്തിൽ അങ്ങനെയാണ്, വെളുപ്പിന് 3:30 പരിപാടി തുടങ്ങും, 6:30 7 മണിയാകുമ്പോൾ ഈ അമ്പലങ്ങളിലെല്ലാം പരിപാടി തീരും. പക്ഷേ 6:30 പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിന് വരികയില്ലായിരുന്നു. മൂകാംബിക കഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഫോണെടുത്ത് ആ തിരുമേനിക്ക് കുത്തി, ഹലോ കാവ്യ മാധവ് ഫ്രണ്ട് റിമി ടോമി സർ, വി ആർ കമ്മിങ് ഫ്രം കേരള ടയേർഡ്. ആ ദീപാരാധന ഉച്ചയ്ക്ക് 1 മണിക്ക് ആക്കാൻ പറ്റുമോ? ഏതാ മൂകാംബികയിലെ രാവിലത്തെ നിർമ്മാലിയെ അല്ല എനിക്കറിയില്ലോ ഷാൻ ചേട്ടാ, ഈ ദീപാരാധന ഒത്തിരി പ്രാവശ്യമുണ്ട്, പല ടൈമിൽ നടക്കും എന്നാണല്ലോ എന്റെ വിചാരം. ഞാൻ ഇതൊരു അമ്പലത്തിൽ അങ്ങനെ പോയിട്ടില്ലല്ലോ. പക്ഷെ എനിക്ക് പിഷാരടി പറയുമ്പോൾ പിഷാരടി മുന്നിരുന്ന് ചിരിക്കുവാണ്. അയാളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാൾ ചോദിക്കണം ഇത് ഉച്ചയ്ക്ക് 1 മണിക്ക് ആക്കാവോ എന്ന് തൊഴാൻ വേണ്ടിയിട്ടേ. അല്ല എന്തായാലും എനിക്കതൊരു മറക്കാനാവാത്ത ഒരു, എപ്പോഴും എല്ലാ കലാകാരന്മാരും പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ്. എന്നാലും പിഷാരടിയുടെ കൂടെ തന്നെ എനിക്ക് പോയി തൊഴാൻ സാധിച്ചില്ല. അതൊരു വലിയൊരു സന്തോഷമായിട്ട് കാണുന്നു. പിഷാരടിയുടെ ഒരു കാര്യം ഞാൻ പറയാനെന്ന് വെച്ചാൽ, നമുക്ക് എപ്പോഴെങ്കിലും മനസ്സിച്ചിരി ഡള്ളായിട്ടിരിക്കുമ്പോൾ ഇവനെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് ഫ്രഷ് ആവും. അതാണ് ഞാൻ ഇവനെ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ആ ഒരു കാര്യം. അത് പിഷാരടി ഒത്തിരി പേര് വിളിക്കാറുണ്ട് സത്യമായിട്ടും. പിന്നെ എവിടെയെങ്കിലും നിൽക്കുമ്പോൾ എന്താ തമാശകൾ എന്തെങ്കിലും പണ്ട് STD ബൂത്ത് നടത്തുന്ന ആളാണെന്നോ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അതേപോലെ കോൾസ് ആയിരിക്കും അറ്റൻഡ് ചെയ്യുന്നത് അല്ലേ. പക്ഷെ പിഷാരടിക്ക് പിഷാരടിയുടേതായ ഒരു വ്യക്തിത്വത്വമുണ്ട്. നിങ്ങളിപ്പോ രണ്ടുപേരും കൂടെ എന്റെ മുഖത്തോട്ട് കയറാനാണോ ഈ പരിപാടി? നിങ്ങൾക്ക് വേറെ വേറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ഈ കളർ പേപ്പറുകൾ ആരാണോ ആദ്യം ചുറ്റി ദേഹത്ത് ചുറ്റി തീർക്കുന്നത്, തീർക്കുമ്പോൾ നല്ല രസമാണ്. നോക്കിയതാ. അപ്പൊ റെഡി ടൈം തുടങ്ങുകയല്ലേ? അല്ല ഇത് മേത്ത് ചുറ്റി കഴിഞ്ഞാൽ നമ്മള് കറങ്ങണ്ടേ? എങ്ങനെയെങ്കിലും സംഭവം തീർക്കുക, മേത്ത് ചുറ്റുക. ഞാൻ അങ്ങനെ സംഭവം വലിച്ചെടുക്കുന്നു. കറങ്ങി ചുറ്റുവാണെങ്കിൽ റെഡി ആവും. കറങ്ങിക്കോ, എങ്ങനെങ്കിലും ദേഹത്ത് ചുറ്റി തീർക്കടാ. ഓക്കെ റെഡി 1 2 3 സ്റ്റാർട്ട്. എന്റെ പൊന്നടാവ ഇത് കൊറേ ഉണ്ടാ ഈ സാധനം. അപ്പോ നമ്മുടെ മത്സരത്തില് നമ്മുടെ പ്രിയപ്പെട്ട കലാഭവൻ ഷാജോൺ അല്ല രമേശ്. ഇതിപ്പോ ഇടിയപ്പം പോലെ ആയി, അഴിച്ച ആരേലും. വീട്ടിലൊക്കെ ഒരു കാര്യം പറയാ ചെയ്യാത്ത ഞാനൊന്ന് കടയിൽ പോയി ഒരു അരി മേടിക്കാൻ പറയാൻ പോകുന്നത് നമ്മളാ. വേണ്ട പോണ്ടല്ലേ, വീട്ടിൽ കൊണ്ട് റോയിച്ചിന് കൊടുത്താ എനിക്ക് വേണ്ട. പിഷാരടിക്കുള്ള സമ്മാനം ഇതാ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 113 സമ്മാനം. പിഷാരടിക്ക് വെജിറ്റേറിയൻ ആണ്, അത് മാത്രമല്ല പിഷാരടി നല്ല ഭക്ഷണപ്രിയനാണ്. പിഷാരടിക്ക് എന്നും സന്തോഷമുള്ള നല്ല ശുദ്ധമായ പിഷാരടി സന്തോഷം കൊണ്ട് തുള്ളിച്ചടാൻ പോകുന്ന പിഷാരടിയുടെ ഹൈറ്റ് പോലെ തന്നെ പിഷാരടിക്ക് മുഖം പോലെ തന്നെ പിഷാരടിക്ക് ഒരു സമ്മാനം. നന്ദി പറഞ്ഞു അതറിയാം, പിഷാരടിക്ക് അറിയാന്ന് പറഞ്ഞേ അറിയത്തില്ലേ? അത് റിമി ടോമി പ്രോഗ്രാം കഴിഞ്ഞ് നന്ദി പറയാ. ഏതായാലും നമ്മുടെ പ്രോഗ്രാം ഇവിടെ സമാപിച്ചു. ഇവിടെ പരിപാടി അവതരിപ്പിക്കാൻ അവസരം ഒരുക്കി തന്ന ഇവിടുത്തെ കമ്മിറ്റിക്കാർ, പോലീസുകാർ, എല്ലാവർക്കും, അതുപോലെ ഇവിടെ നമുക്ക് നല്ല രീതിയിൽ സൗണ്ട് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചേട്ടനെ ഞങ്ങളുടെ നന്ദി പറയുന്നു. പിന്നെ ഇവരെല്ലാം മാത്രം നമ്മളെ സഹകരിച്ച പോലെ ഒരാൾ കൂടെ നന്ദി പറയേണ്ട ആരുണ്ട്? ഇവിടെ നല്ല രീതിയിൽ ഇവിടെ നമ്മളെ പ്രോഗ്രാം ചെയ്യാൻ സമ്മതിച്ച ഇവിടുത്തെ ഭഗവതിക്ക് എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കും. ഹായ് മിസ്റ്റർ ജോൺ. ചിരിക്കരുത്, മര്യാദ കാണിച്ചിരുത്, ചിരിക്കരുത് കേട്ടോ ബാക്കിയുള്ളവര്. ഹായ് മിസ്റ്റർ ജോൺ, കഴിഞ്ഞ 6 മാസമായി ഞാൻ വയറുകൊണ്ട് വല്ലാതെ വിഷമിക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ സുഹൃത്തായ റിമി എന്നെ ഈ ബെൽറ്റ് പരിചയപ്പെടുത്തുന്നത്. ഇത് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. ഇത് നമ്മുടെ വയറിൽ കെട്ടിയ ശേഷം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ നോക്കൂ, നിങ്ങൾക്ക് നല്ല സുഖം ലഭിക്കുന്നില്ലേ? ഇതിങ്ങനെ കുലുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വയറിൻ്റെ എല്ലാവിധ കുലുക്കങ്ങളും തീർച്ചയായും മാറും. മാത്രമല്ല നാരങ്ങ വെള്ളം, സംഭാരം തുടങ്ങിയവ സെപ്പറേറ്റ് ആയി കുടിച്ച് ഇത് കെട്ടുകയാൽ വയറിൽ കിടന്ന് ഇളകുകയും ചെയ്യും. മാത്രമല്ല ഈ സാധനത്തിന് മലയാളത്തിൽ വയറിളക്കി എന്നൊരു പേര് കൂടിയുണ്ട്. ഇതൊന്നും നിർത്തി താരല്ലേ നിക്കണില്ല. ഹായ്, ഞാൻ 27 വയസ്സുള്ള സുന്ദരനായ ഒരു ചെറുപ്പക്കാരനാണ്. കുറെ വർഷങ്ങളായി എൻ്റെ വിവാഹം നടക്കുന്നില്ല. ഒറ്റ കാരണം എൻ്റെ വയറായിരുന്നു. പക്ഷേ ഈ ഒരു മിഷൻ കേട്ടതിന് ശേഷം നിങ്ങൾ നോക്കൂ, വളരെയധികം കുറഞ്ഞിരിക്കുന്നത് കാണാൻ കഴിയുന്നില്ലേ?
മുമ്പൊക്കെ ഞാൻ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ബൈക്കിലാണെങ്കിൽ ഫ്രണ്ടിൽ ഓട്ടോയിലായിരുന്നു എൻ്റെ വയറ്. പക്ഷെ ഇത് കെട്ടിയതിന് ശേഷം ഇപ്പോൾ എൻ്റെ കൂടെ തന്നെയാണ് എൻ്റെ വയറ്. ഇപ്പോൾ എനിക്ക് കല്യാണാലോചനകൾ വന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയില്ല. ഇതിങ്ങനെ നമ്മൾ ഓണാക്കി കഴിയുമ്പോൾ ഇത് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വയറ് കുറയുന്നു, നമ്മുടെ മൊത്തം എല്ലാവരും വാങ്ങി ഇത് ഉപയോഗിക്കുക. അയ്യോ, എനിക്ക് വിധി പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം രണ്ടുപേരും ഞങ്ങളുടെ വിധി എന്ന് പറഞ്ഞാൽ ഒന്നിനൊന്ന് മികച്ച പ്രകടനങ്ങളാണ് രണ്ടുപേരും കാഴ്ചവെച്ചിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ അകത്ത് നിസ്സംശയം എനിക്ക് പറയാൻ സാധിക്കും, നമുക്ക് ഈ പട്ടം കൊടുക്കുവാൻ ഞാൻ പോകുന്നത്, ഈ വിജയം നമ്മൾ തീരുമാനിക്കാൻ പോകുന്നത്, ഇതിനകത്ത് എന്ത് കണ്ടുപിടിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാവുന്നു. കാരണം രണ്ടുപേരും അതെ ഉള്ള രണ്ടാക്കി തരാം. കാരണം രണ്ടുപേരും ഇത്തിരി പോലും ചമ്മലിടാണ്ട് രണ്ടുപേരും ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുകയാണ്. ഒന്ന് കണ്ണടച്ചോളൂ. ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്പോൺസർ ചെയ്തിരിക്കുന്ന 113 എന്ന പ്രോഗ്രാമിന്റെ സവിശേഷതകളാണ് ഈ ഗിഫ്റ്റുകൾ. അപ്പൊ ഇവര് കണ്ണടക്കി വിഷയം കണ്ണു തുറക്കല്ലോ കേട്ടോ. വിഷാരടിക്കും ഷാജന്റെ മനസ്സൊന്ന് തണുക്കുവാൻ വേണ്ടി ഇതാ നല്ല ഇളനീർ. പ്രായപൂർത്തിയായ ഒരു മനുഷ്യന് എത്ര പല്ലുണ്ടാകും? അവന്റെ സ്വഭാവം അനുസരിച്ചിരിക്കും. കറക്റ്റ്. കേരള പോലീസ് ആകാനുള്ള മിനിമം യോഗ്യത എന്താണ്? SSLC. മലയാളത്തിൽ ഷാജോണിന് ഭീഷണിയാകാൻ സാധ്യതയുള്ള നായകൻ? കരടി. സൗന്ദര്യം ഒരു ശാപമാണെന്ന് തോന്നിയത് എപ്പോഴാണ്? ഞാൻ വിവാഹം കഴിക്കാൻ ചെന്നപ്പോൾ. കുളിക്കുമ്പോൾ എണ്ണ തേക്കുന്നത് എന്തിനാണ്? പരിപാടിക്ക് ചെയ്യുമ്പോൾ ആൾക്കാരെ പിടിക്കുമ്പോൾ സ്ലിപ്പായി പോയി. സൂപ്പർ സ്റ്റാർ ആയാൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സൈഡ് ബിസിനസ് എന്താണ്? സിനിമ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യും. പപ്പായയുടെ ഇംഗ്ലീഷ് നെയിം എന്താണ്? ടുപ്പിയോക്ക. പപ്പായയുടെ ഇംഗ്ലീഷ് പപ്പായ, കപ്പളങ്ങയുടെ ഇംഗ്ലീഷ് പപ്പായ. സ്ത്രീയെ ഏറ്റവും കൂടുതൽ സുന്ദരിയാക്കുന്ന എന്താണ്? മേക്കപ്പ്. സ്വന്തം ജീവിതം സിനിമയാക്കിയാൽ ഹീറോ, ഹീറോയിൻ, ഡയറക്ടർ, വില്ലൻ ആരൊക്കെയാവും? ഹീറോ ഞാൻ തന്നെ ആയിരിക്കും. ഹീറോയിൻ കുറയ്ക്കണ്ട, നമുക്ക് ഐശ്വര്യ റായ് ലെവലിലേക്ക് തന്നെ പോവാം. ഡയറക്ടർ ജോഷ് സാറ്. വില്ലൻ കിരിക്കാടൻ ജോസ്. ബൾബ് കണ്ടുപിടിച്ചത് ആരാ? ശാസ്ത്രജ്ഞൻ. ബൾബ് കളഞ്ഞത് ആരാണ്? ശാസ്ത്രജ്ഞനല്ലാത്തൊരു സാധാരണക്കാരൻ. ഓക്കെ, നല്ലൊരു കേടി എടുക്കാം. ഷാജി ചേട്ടൻ വളരെ രസകരമായിട്ട്. പിഷാരടി, ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശം മലയാള സിനിമ ഏതാണ്? ഏറ്റവും മോശം സിനിമ കാണാനിരിക്കുന്നുള്ളൂ. കുട്ടിച്ചാത്തന്റെ ഇംഗ്ലീഷ് എന്താണ്? അറിയത്തില്ല. ബേബി ഡെവിൾ. ഞങ്ങള് ചീത്ത സാധനത്തിന് ചാത്തൻ സാധനം എന്ന് പറയും, അതുകൊണ്ടാണ് പറഞ്ഞത് ബാഡ് എന്ന് പറഞ്ഞത്. അടുത്ത ജന്മത്തിൽ ഒരു മൃഗമായാൽ ഏത് മൃഗമാകും? കുരങ്ങൻ. 2 ജന്മത്തിലും അതാകാൻ പറ്റുമോ? കേരള മന്ത്രി സഭയിലേക്ക് ഉമ്മൻചാണ്ടി ക്ഷണിച്ചാൽ ഏത് വിഭാഗം തെരഞ്ഞെടുക്കും? ഗതാഗതം. അതെന്താ? വെറുതെ യാത്രയ്ക്ക് പോകാൻ വേണ്ടിട്ട്. ഇന്ത്യയിൽ ഏറ്റവും കുറവ് ബാർബർ ഉള്ള സംസ്ഥാനം? പഞ്ചാബ്. എന്താ? തലേ കെട്ടുകൊണ്ട് താടിയുണ്ട്, പിന്നെ എന്നാ ബാർബർ? സ്വയം ഒരു ബുദ്ധിജീവിയാണെന്ന് അഹങ്കരിക്കുന്നത് എന്തിനാണ്? ബുദ്ധിയുള്ളതുകൊണ്ട്. കേരളത്തിന്റെ തലസ്ഥാനം? തിരുവനന്തപുരം. അപ്പോൾ വാൽസ്ഥാനം? കാസർഗോഡ്. സ്ത്രീകൾ എപ്പോഴെങ്കിലും സത്യം പറയുന്നത് എന്തിനെ കുറിച്ചാണ്? നുണ പറയൂല എന്ന് പറയുമ്പോ. അയ്യോ, അതിനൊരു ഉഗ്രം കയ്യടി. സ്ത്രീകൾ എപ്പോഴെങ്കിലും സത്യം പറയുന്നത് നുണ പറയൂല എന്ന് പറയുമ്പോഴാണ്. അത് കലക്കി. നാടോടുമ്പോൾ നടുവേ ഓടുന്നത് എന്തിനാ? സൈഡിൽ ഓടിയാ വണ്ടി ഇടിക്കും. മലയാള സിനിമയിൽ പൂവാലന്മാരുടെ സംഘടന ഉണ്ടാക്കിയാൽ ആരായിരിക്കും പ്രസിഡന്റ്? ഷാജോൺ. നമുക്ക് ആ പുള്ളിയല്ലേ പറയാൻ പറ്റുള്ളൂ അല്ലേ? അടുത്തിരിക്കുന്ന പുള്ളി ഒന്നും ചെയ്യാനും പറ്റത്തില്ല, പറയുന്നുള്ള പറഞ്ഞു തീർക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാ വളരെ രസകരമായിട്ട് നമ്മുടെ റാപ്പിഡ് ഫയർ സെക്ഷനും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നേരം നമ്മൾ കൊച്ചു കൊച്ചു നിങ്ങളെ ചിരിപ്പിക്കാനുള്ള തമാശ വന്നു. പക്ഷേ ഇത് മഴവിൽ മനോരമ നൽകുന്ന നിങ്ങളുടെ ഇത്രയും വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി തന്നതിന് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു നല്ല എന്നും നിങ്ങളുടെ വീട്ടില് കലൂരും തൃപ്പൂണിത്തുറയിലും കണ്ണടയ്ക്കണ്ട. ഇതൊന്നും കണ്ണടയ്ക്കാൻ പാടുള്ള ഗിഫ്റ്റ് അല്ല, നല്ല ഒന്നാന്തരം ഗിഫ്റ്റ് ആണ്. അതിന്റെ ഡ്രസ്സിനോടൊക്കെ വളരെ ഞാൻ പിടിച്ചു നിൽക്കുന്ന കാണിച്ചു തരാം. അതെങ്ങനെയാണ്? കിളിയെ കൊണ്ട് ഇങ്ങനെ നിർത്തിക്കണം വീട്ടില്. ഇത് മറ്റേ പുള്ളിക്കാരൻ വരച്ചൊരു പടമില്ലേ, അതുപോലെ ഉണ്ട് കാണാൻ. കൊള്ളാം കേട്ടോ. ഹലോ.
കൊള്ളാം.